നിലമ്പൂർ കരുളായി റോഡിൽ മുതിരി ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. പക്ഷെ മുതിരി പാലത്തിൻ്റെ അടുത്തായിട്ട് രണ്ട് സൈഡും നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് വല്ലാതെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു 10 മിനിറ്റ് പോയിരുന്നാൽ മതി. ഒരു പ്രത്യേക ഫീലാണ് അവിടെ. കാറ്റും ആ ഒരു പച്ചപ്പും വെള്ളവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. എപ്പോൾ നോക്കിയാലും അവിടെ ആളുകളുണ്ടാവും, ഇങ്ങനെ പ്രകൃതിയൊക്കെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട്. ഇന്നിപ്പോൾ ഈ സ്ഥലം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി തിരക്കൊക്കെ ആയിട്ട് നല്ലൊരു ഭയങ്കര സ്ട്രെസ് ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ നാസറാക്ക അയൽവാസി, തൊട്ടപ്പുറത്ത് കാണുന്നത് നാസറാക്കാൻ്റെ ചേട്ടൻ്റെ മോൻ. ഇതാണ് നമ്മളെ ഉസ്മാനിക്ക്. ഇവരെന്നോടെ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഒരു ചായക്കട. ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നതാണല്ലോ അല്ലേ, ചായക്കട, എണ്ണക്കടികൾ. ഈ പാടത്തിൻ്റെ മുകളിൽ കൂടിയാണ് അവർ ചായക്കട ചെയ്തിട്ടുള്ളത്. പകലൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാവും കാണാൻ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയം ഇച്ചിരി മാറിപ്പോയി. അതുകൊണ്ട് തന്നെ രാത്രിയായി, പലഹാരങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. എന്നാലും നമ്മളെ അയൽവാസീൻ്റെ, നമ്മളെക്കാൻ്റെ ഒരു സംരംഭം വിജയിപ്പിക്കാൻ കണ്ടോ. ആൾ ഓട്ടോക്കാരനാണ്, പക്ഷെ ചായയൊക്കെ അടിക്കുന്ന ഒരു പെർഫെക്ഷൻ കണ്ടോ, സൂപ്പറായിട്ടില്ലേ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ചായയും അതുപോലെ ചിക്കൻ പൊട്ടിത്തെറി അതും കഴിച്ചു. പിന്നെ നാസറാക്കാൻ്റെ വക ഉദ്ഘാടനത്തിൻ്റെ ലഡു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരെ ഫാമിലിയിലെ ആളുകളൊക്കെ ഉണ്ട്, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ കയറിയിട്ട് നാസറാക്കാൻ ഉസ്മാനിക്കാൻ്റെ ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കാനും അതുപോലെ ചെറിയ എണ്ണക്കടികൾ നല്ല ടേസ്റ്റാട്ടോ, കടിക്കൊക്കെ പറയാതെ വയ്യ, സൂപ്പറാ. പിന്നെ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ ഇവിടുന്ന് നാടുകാണിയിലും കൂടുതലവരൊക്കെ പോകുന്ന കൂട്ടുകാരെ നമുക്കറിയാം. അവരോടൊക്കെ പറയാം കേട്ടോ, നമുക്ക് നാസറാക്കാൻ്റെ ഒരു ചായ കുടിക്കണം പോയിട്ട്.